ഹായ് ഫ്രണ്ട്സ്, എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഞാനിപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ എന്ന് ആലോചിച്ചു. ഓൾമോസ്റ്റ് റെഡിയായ ശേഷമാണ് കേട്ടോ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചത്. കൊണ്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തായിരുന്നു. അപ്പോൾ ഞാൻ മോയ്സ്ചറൈസർ ഇട്ടായിരുന്നു കേട്ടോ നേരത്തെ കൂട്ടി. ബയോട്ടിക്കിൻ്റെ മോയ്സ്ചറൈസറാണ് ഞാൻ യൂസ് ചെയ്തത്. അത് ഇട്ടു. ഒരു ലാക്മേയുടെ സൺസ്ക്രീൻ ഇട്ടു. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഐലിനർ ഒന്ന് എഴുതി കൊടുക്കാം. നമ്മുടെ സ്വന്തം ഡാസ്ലറിൻ്റെ ഐലിനറാണ് കേട്ടോ എഴുതി കൊടുക്കുന്നത്. വല്ലപ്പോഴും അങ്ങനെ എഴുതാറുള്ളൂ കേട്ടോ, എപ്പോഴും അങ്ങനെ എഴുതാറൊന്നുമില്ല. ഇപ്പം നമ്മൾ ഓറിയൻ മാളിൽ പോകണം കേട്ടോ, അതിന് വേണ്ടിയുള്ള മേക്കപ്പാണേ. അപ്പോൾ ഇങ്ങനെ മോളിലേക്കൊക്കെ പോകണം, എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതാറുള്ളൂ. ഇപ്പോൾ ഓറിയൻ മാളിൽ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, റിലേറ്റഡ് വീഡിയോസിൽ കൊടുക്കാവേ. അപ്പോൾ അങ്ങനെ ഐലൈനർ മുകളിലൊക്കെ എഴുതി, രണ്ട് കണ്ണിലും എഴുതി. അപ്പോൾ ഇടയിൽ പെർഫ്യൂം അടിക്കുന്നുണ്ടായിരുന്നു അവിടെ. അപ്പോൾ ഞാൻ ഇടയിൽ എനിക്ക് അടിച്ചു തന്നിട്ട് എൻ്റെ ഭർത്താവ് എനിക്ക് പെർഫ്യൂം അടിച്ചു തന്നു. അത് കഴിഞ്ഞ് ഞാൻ കണ്ണിൽ എനിക്ക് ഫോൺ നോക്കി എഴുതാൻ പറ്റില്ല കേട്ടോ, അപ്പോൾ ഞാൻ കണ്ണാടി നോക്കി തന്നെയാണ് എഴുതുന്നത്. കണ്ണിൻ്റെ അടിയിലും എഴുതി കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് ലൈറ്റായിട്ടൊന്ന് ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കാം. ബ്രാൻഡ് ലിപ്സ്റ്റിക്കൊന്നുമല്ല, സാധാരണ ലിപ്സ്റ്റിക്കാണ്. പക്ഷെ നല്ല പിഗ്മെൻറ്റഡാണ്, വാട്ടർ പ്രൂഫാണ് കേട്ടോ, കുഴപ്പമില്ലാത്ത ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഞാൻ ഡോട്ട് ഇട്ട് കൊടുത്ത് കൈ കൊണ്ട് തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. ഓവർ ഡാർക്കാവുന്നത് വലിയ ഇഷ്ടമില്ല. പിന്നെ ഇതാണ് കേട്ടോ എൻ്റെ മേക്കപ്പിൻ്റെ പെട്ടി. അപ്പോൾ എൻ്റെ ഫൈനൽ ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ വിചാരിച്ചു ശരി ലിപ് ഗ്ലോസ് ഉണ്ട്, അതൊന്ന് ഇട്ട് നോക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ മകൾ അതിലെടുത്ത് കളിച്ച് അതിനകത്ത് എന്തൊക്കെയോ പത പോലെ ആയിട്ടുണ്ട്. അതാണ് എൻ്റെ എക്സ്പ്രഷൻ. ഇങ്ങനെ വെറുതെ എടുത്തും തുറന്നും അടച്ചും കളിച്ചിട്ടാണ് കേട്ടോ, അങ്ങനെ ഒരുമാതിരി ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അടിച്ചപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ലേറ്റായിട്ടൊന്ന് ലിപ്സ് ഒന്ന് ഗ്ലോസി ആയിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായി നമുക്ക് ലിപ് ഗ്ലോസും കൂടി ചെയ്ത് കൊടുക്കാം കേട്ടോ. വേറെ പൊതുവേ ഫൗണ്ടേഷനും പൗഡേഴ്സൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല. അത്യാവശ്യം നല്ല ഫംഗ്ഷനാണെങ്കിൽ മാത്രം കോമ്പാക്ട് പൗഡർ ഇത്തിരി ഇടും, അത്രേ ചെയ്യാറുള്ളൂ കേട്ടോ. അങ്ങനെ വേറെ കൂടുതൽ മേക്കപ്പ് ഒന്നും ഞാൻ എപ്പോഴും ചെയ്യാറില്ല. പിന്നെ ഒരു കുഞ്ഞൊരു പൊട്ട്, ഒരു മെറൂൺ കളർ ഒരു പൊട്ടും വെച്ച് കൊടുത്ത് മുടി ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ എപ്പോഴും നോർമലായിട്ട് തന്നെ ചെയ്യാറുള്ളൂ കേട്ടോ. ഇവിളെയും കൊണ്ട് പുറത്ത് പോകുന്നതുകൊണ്ട് അങ്ങനെ ഓവറാക്കാറില്ല. ഭർത്താവ് നോക്കുന്നുണ്ട് എങ്ങനെയുണ്ടെന്ന്. കൊള്ളാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു കേട്ടോ. ഓക്കെ.